ഇന്ന് കൊല്ലവർഷം 1200 ചിങ്ങം 1. പുതുവത്സര ദിനം. മലയാളം പുത്തൻ നൂറ്റാണ്ടിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. നോക്കാം കാലാവസ്ഥാ വാർത്തകൾ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശിനോടും ബംഗാളിനോടും ചേർന്നാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. 2 ദിവസത്തിനകം ഇത് ശക്തിപ്പെട്ട് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറും. തുടർന്ന് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് ലക്ഷ്യമാക്കി നീങ്ങും. ഈ ന്യൂനമർദ്ദം ഉത്തർപ്രദേശ്, ബിഹാർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളക്കെട്ടിനും കാരണമാകും. ന്യൂനമർദ്ദം കര കയറിയ ശേഷം ദുർബലമായി ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കും. ഗുജറാത്തിലും രാജസ്ഥാനിലുമടക്കം മഴ നൽകാൻ പര്യാപ്തമാണ് ഇതിന്റെ സഞ്ചാരപാതയെന്ന് മെറ്റ്ബീറ്റിലെ നിരീക്ഷകർ പറയുന്നു. തെക്കൻ കർണാടകയോട് ചേർന്ന് ഒരു ചക്രവാതച്ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേരള തീരത്തായി അറബിക്കടലിലും അടുത്ത ദിവസം ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതോടെ ഞായർ മുതൽ കേരളത്തിൽ മഴ ശക്തിപ്പെട്ടേക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. തെക്കൻ കേരളത്തിൽ ഇന്നലെ കനത്ത മഴ മണിക്കൂറുകൾ പെയ്തു. ഇതേ തുടർന്ന് വെള്ളക്കെട്ടും ചെറു ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിരുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.